ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ വരാനിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് റിസർച്ച് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസർച്ച് ഓഫീസർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിന്റെ ഇൻഫർമേഷനും അതിന്റെ സിലബസും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ ലാസ്റ്റ് ടൈം റിസർച്ച് ഓഫീസറുടെ വേക്കൻസീസ് നോട്ടിഫൈ ചെയ്യുന്നത് 2020-ലാണ്. അപ്പൊ 2020 ശേഷം ഏകദേശം ഇപ്പം 5 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ എക്സാമോ ഈ വർഷമോ അല്ലെങ്കിൽ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷത്തോട് ആദ്യം തന്നെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ പറയുന്ന പ്രീവിയസ് എക്സാംസ് നടന്നത് 2022, അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2023-ലുമാണ്. അപ്പം ഈ 2023 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മോറോലെസ് ഒരു 3 years ആണ് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 2026 കൂടി ഈ ഒരു പഴയ റാങ്ക് ലിസ്റ്റിന്റെ എക്സ്പയറി ഡേറ്റ് ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് അതിനു മുമ്പ് വരേണ്ടതാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ എക്സാം ഈ വരുന്ന ഡിസംബറോട് അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന 2026 ആദ്യത്തെ ആ ഒരു സമയത്ത് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രീവിയസ് ടൈമില് ഈ ഒരു എക്സാമിന് വിളിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസീസ് നോട്ടിഫൈ ചെയ്ത സമയത്ത് അവിടെ പറഞ്ഞിരുന്ന ക്വാളിഫിക്കേഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും ആയിരിക്കും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള സിലബസ് എന്താണെന്ന് നമ്മൾ കാണും. പ്രീവിയസ് ഇയറിലെ എക്സാമിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമുക്കിപ്പോൾ പഠിക്കാൻ സാധിക്കൂ. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതും നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് 2020-ലാണ്. അപ്പം 138/2020 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ആയിരുന്നു ഈ റിസർച്ച് ഓഫീസർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി വരുന്നത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് വരുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേരള PSCയുടെ. അത് ഏതാണ് ഏകദേശം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ആദ്യം വിളിക്കുക. ലാസ്റ്റ് ടൈമിലെ വേക്കൻസീസ് നമ്മൾ അഡ്വൈസസ് ഏകദേശം 17 അഡ്വൈസേഴ്സ് ആണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ 36,600 മുതൽ 79,200 രൂപ വരെയാണ് പേ സ്കെയിൽ വരിക. അപ്പൊ ഈ തവണത്തെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതിൽ ചെറിയ ചേഞ്ചസ് കൂടാനുള്ള ചാൻസസ് അവിടെ നമുക്ക് കാണാം. ഏതാണ് ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷമാണല്ലേ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഈ ഒരു സ്കെയിൽ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മേജർ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് നമുക്ക് ആദ്യം തന്നെ ഒരു PSC എക്സാംസ് കാണാം, അതിനുശേഷം ഇന്റർവ്യൂ കാണാനുള്ള ചാൻസസ്, ഇന്റർവ്യൂയോട് കൂടി ആയിരിക്കും ഇതിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുക. അപ്പൊ ഇവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മളിവിടെ കാണേണ്ട ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 വയസ്സിനും 36 വയസ്സിനും. അപ്പൊ 36 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയുടെ ആളുകൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി റിസർവേഷൻ കാറ്റഗറിക്ക് അവിടെ റിസർവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന റിലാക്സേഷൻസ് ഈ ഏജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എക്കണോമിക്സ്, സ്റ്റാറ്റ് ആൻഡ് മാത്തമാറ്റിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ആളുകൾക്കാണ്. അപ്പം ഏതാണ് PG കംപ്ലീറ്റ് ചെയ്ത എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിനാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആളുകൾക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടി എലിജിബിലിറ്റി ഉള്ളത്. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സുകാരെയും സ്റ്റാറ്റുകാരെയും മാത്തമാറ്റിക്സുകാരെയും അപേക്ഷിച്ച് വളരെ സുപ്രധാനമായ ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കേരള ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പം എക്കണോമിക്സ് പഠിച്ചവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്കും മാത്തമാറ്റിക്സ് പഠിച്ചവർക്കും PG കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ്, UG പോരാ PG കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കായിരിക്കും ഈ ഒരു എക്സാമിന്റെ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള. ഇനി അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇനി കാണേണ്ടത് മേജർ ആയിട്ട് ഇതിന്റെ സിലബസ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ സിലബസ് തന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് എക്സാമിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ സിലബസിനെ കുറിച്ച് അറിയാൻ സാധിക്കുക. അപ്പം ഇവിടെ നമ്മൾ ഏകദേശം ഈ പറയുന്ന പഴയ സിലബസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സിലബസ് വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് പാർട്ടിലെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഏകദേശം 40 മാർക്കാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏകദേശം എത്രയാണ് 4 യൂണിറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ 4 യൂണിറ്റിൽ നിന്നും കൂടെ ഏതാണ് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ യൂണിറ്റുകൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്.
പിന്നീട് അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ താഴേക്കും ഫോർത്ത് മൊഡ്യൂളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ പറയുന്ന വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനാണ്, ഏകദേശം 40 മാർക്കാണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിന് ശേഷമാണ് ഇവിടെ സെക്കൻഡ് പാർട്ടിൽ എക്കണോമിക്സ് വന്നിരിക്കുന്നത്. എക്കണോമിക്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക്സിൽ ചോദിക്കുക. അവിടെ 2 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പ്ലാനിങ്, ബഡ്ജറ്റ്, നാഷണൽ ഇൻകം, അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്, പോവർട്ടി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വളരെ ജനറൽ ആയിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. ഒരുപാട് എക്കണോമിക് തിയറിയിലേക്ക് പോകാതെ കുറച്ചുകൂടി എന്താണ് ഇന്ത്യൻ എക്കോണമി റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് 40 മാർക്കിനാണ് ചോദിക്കുന്നത്, എക്കണോമിക്സ് 30 മാർക്കിനാണ് ചോദിക്കുക. ഇനി അതിനുശേഷമാണ് മാത്തമാറ്റിക്സ് വരിക. മാത്തമാറ്റിക്സ് ഏകദേശം 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ 20 മാർക്കിന്റെ മാത്തമാറ്റിക്സ് ഏരിയാസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ദെൻ ആൽജിബ്ര ചോദിച്ചിട്ടുണ്ട്, മെട്രിക്സസ് ഉണ്ട്, പിന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളജ്. ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്സ്. കാൽക്കുലസും എല്ലാം ഉണ്ട്. കാൽക്കുലസ് കൂടെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ട് കാൽക്കുലസ് കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്സിന്റെ ഏരിയ. 20 മാർക്കിനാണ് മാത്തമാറ്റിക്സ് ചോദിക്കുക. ദെൻ അത് കൂടാതെ പാർട്ട് 4 ആയിട്ട് നിങ്ങൾക്ക് എന്താണ് GKയും കറണ്ട് അഫയേഴ്സും റിനൈസൻസ് ഇൻ കേരളയും എന്താണ് ഒരു 10 മാർക്കിനും ചോദിക്കുന്നുണ്ട്. അപ്പൊ മൊത്തം ഏകദേശം നിങ്ങൾക്ക് ഏതാണ് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏതാണ് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സ് 30 മാർക്ക് ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ദെൻ അതുപോലെ തന്നെ ഈ പറയുന്ന ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള എത്രയാണ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ്. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഈ റിസർച്ച് ഓഫീസറുടെ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കൊതിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് വളരെ നല്ലൊരു ചാൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റാറ്റ്, എക്കണോമിക്സ് ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, ഉടൻ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6 മാസം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വേക്കൻസീസിലേക്ക് എത്താൻ പറ്റും. ഏകദേശം 17 അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് 2025 തന്നെ ലാസ്റ്റ് അഡ്വൈസസ് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ നേടിയെടുക്കാൻ നോക്കുക. PSC എക്സാം ആണ്, 1-2 വേക്കൻസിയെ കാണുമെന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കാതെ അതിനുവേണ്ടി ആ 1-2 വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അത് എനിക്ക് വേണം എന്നുള്ള വാശിയോട് കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം കണ്ടത് എന്താണ്, ബേസിക് ആയിട്ട് ഈ പറയുന്ന എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ നോട്ടിഫിക്കേഷൻസ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനി ഓക്കെ, അപ്പൊ റിസർച്ച് ഓഫീസർ എക്സാമിന്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ കാറ്റോ ലേണിംഗിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെക്കോർഡർ ഫോർമാറ്റും അതുപോലെ തന്നെ ലൈവ് സെഷൻസും ടെസ്റ്റ് പേപ്പേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അതോടൊപ്പം നമ്മുടെ ക്ലാസ്സസിന്റെ ക്വാളിറ്റി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ക്ലാസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇടാം. ഈ ഒരു റിസർച്ച് ഓഫീസറുടെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമിന്റെ സിലബസ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ഡെമോ ക്ലാസ്സും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ സാധിക്കും. ആ ഒരു ക്ലാസ് കാണുക. അതിനുശേഷം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഒട്ടും താമസിക്കരുത്, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു.